ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട് വിശേഷം? നമസ്കാരം. വെൽക്കം ടു വിനീസ് കിച്ചൺ. എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കുന്നു. സമയം 3:30. ഓക്കെ, ഒരു സാറ്റർഡേ. എൻ്റെ ഗുരുവായൂരപ്പ, ഈശ്വരൻ അനുഗ്രഹിച്ചിട്ട് അന്നത്തെ ഫുൾ ദിവസം അന്നപൂർണേശ്വരി കനിഞ്ഞ് അനുഗ്രഹിച്ച ദിവസമായിരുന്നു. ഫുൾ പണിയായിരുന്നു എന്ന് പറഞ്ഞാൽ വിനീസ് കിച്ചൺ വാസ് റിയലി ബിസി. ഞാൻ അന്ന് ജസ്റ്റ് രാവിലെ 3:30 എണീറ്റപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ എന്തായാലും ഒന്ന് ഷൂട്ട് ചെയ്യാൻ തുടങ്ങാമെന്ന്. പക്ഷെ ആ ദിവസം അന്നത്തെ ഫുൾ ഷെഡ്യൂൾ ഞാൻ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഐ വാസ് ഫീലിംഗ് ലൈക്ക് അത് ഫുള്ളായിട്ട് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ അമ്മേ, ഇന്ന് ദൈവം അങ്ങോട്ട് അന്നപൂർണേശ്വരി മൊത്തത്തിൽ അനുഗ്രഹിച്ചിരിക്കുകയാണല്ലോ ഈശ്വരാന്ന് വിചാരിച്ചു ഞാൻ. സോ യെസ്, ഒരു സാറ്റർഡേ നമുക്ക് ഫുൾ ഡേ ആയിട്ടുള്ള രീതിയിൽ ഘട്ടം ഘട്ടമായിട്ട് ആൾക്കാർക്ക് കൊടുക്കുന്ന ഭക്ഷണങ്ങളാണ് നിങ്ങൾ കാണുന്നത്. ഇത് രാവിലെ 5:30 മണിക്ക് എടുത്തിട്ട് പോകുന്ന ഫുഡാണ് നിങ്ങൾ കാണുന്നത്. അതായത് നമ്മുടെ റവ ഇഡ്ഡലി തന്നെയാണ്. റവ ഇഡ്ഡലിക്ക് കുറച്ച് ടൈം കൺസ്യൂമിങ് ആണ്. അതുകൊണ്ടാണ് ഞാൻ രാവിലെ നേരത്തെ തന്നെ തുടങ്ങിയത്. പിന്നെ 5:30 മണിയാകുമ്പോഴേക്കും ആവണം. അതുകൊണ്ട് തന്നെ ഞാൻ എന്തുകൊണ്ടാണ് റവ ഇഡ്ഡലി മുകളിലേക്ക് വെക്കാത്തതെന്ന് വെച്ചാൽ അതിൻ്റെ ആ ഷേപ്പ് നഷ്ടപ്പെട്ടു പോകും. സോ 2 പാത്രമായിട്ടാണ് ഞാൻ വെക്കാറ്. സോ കറക്റ്റായിട്ടുള്ള രീതിയിൽ നമ്മൾ എന്താണ് പറയുക, ഒറ്റയായിട്ടുള്ള രീതിയിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ വരും. സോ റവ ഇഡ്ഡലി, പരിപ്പ് വട, അതേമാതിരി തന്നെ ഇടിയപ്പം, സാമ്പാർ, ചട്നി എല്ലാം തന്നെ അവർക്ക് ആവശ്യമുണ്ടായിരുന്നു. സോ അതെല്ലാം നമ്മൾ റെഡിയാക്കി വെച്ചു. കാരണം എന്താ വെച്ചാൽ 5:30 മണിക്ക് അവർ വരും എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ നമ്മൾ 5:30 റെഡിയാക്കി വെച്ചു. അവർ ട്രാഫിക്കിൽ പെട്ടതുകൊണ്ടാണോ തോന്നുന്നു കുറച്ച് ലേറ്റായിപ്പോയി. പക്ഷേ നമ്മൾ കറക്റ്റ് 5:30 തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അവർ വരാൻ കുറച്ച് വൈകിട്ടുണ്ടായിരുന്നു. പക്ഷേ എല്ലാം നീറ്റായിട്ട് പാക്കായിട്ടുള്ള രീതിയിൽ തന്നെയാണ് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. നമുക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ അടുത്ത് എടുക്കാൻ വരുന്ന സമയം ഇന്നതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരമണിക്കൂർ മുമ്പ് തന്നെ സംഭവം റെഡി ആയിരിക്കും. സോ നമ്മൾ ആ കാര്യത്തിൽ വൈകിക്കാറില്ല. സോ അവർ കസ്റ്റമർ വന്ന് എടുക്കാൻ വൈകും എന്നല്ലാതെ നമ്മൾ വൈകിക്കുന്ന പ്രശ്നമില്ല. സോ എവറിത്തിങ് വാസ് റെഡി, എവറിത്തിങ് വാസ് കെപ്റ്റ് പെർഫെക്റ്റ്ലി ആൻഡ് എല്ലാം റെഡിയാക്കി വെച്ചു. ഞാൻ 5:30 തന്നെ ആക്ച്വലി ആക്കി വെച്ചു. പക്ഷെ അവരെ കാണാതായപ്പോൾ പിന്നെ ഞാൻ ആക്കി വെച്ചതിനെ ഷൂട്ട് ചെയ്തു എന്ന് മാത്രം. അത് കഴിഞ്ഞിട്ട് നമുക്ക് 8:30 മണിക്കൊരു ഡെലിവറി ഉണ്ടായിരുന്നു. അത് ടോട്ടലി ഡിഫറെൻറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. അത് നമ്മുടെ ചെമ്പാ പുട്ടില്ലേ, ആ പുട്ടിൻ്റെ ഓർഡറായിരുന്നു. അപ്പോൾ അവർ എൻ്റെ അടുത്ത് പറഞ്ഞു 8:30 to 9 ഞങ്ങൾ വരും കളക്ട് ചെയ്യാൻ, നിങ്ങൾ ഇന്നത് ഉണ്ടാക്കി വെക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അത് നമ്മൾ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ നമുക്ക് വെള്ളക്കടലയായിരുന്നു കൂട്ടാൻ. വെള്ളക്കടല കൂട്ടാനും പിന്നെ നമ്മുടെ ചെമ്മീൻ മാങ്ങിയിട്ടിട്ടുള്ള കറിയുമാണ് അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. സോ അത് രണ്ടും എല്ലാം റെഡിയാക്കി വെച്ചു. ഇത് തേങ്ങ അരച്ചിട്ടുള്ള വെള്ളക്കടലയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. സോ ആസ് പെർ എന്താണോ നമ്മുടെ ക്ലയൻറ്റിന് ആവശ്യം അത് പ്രകാരം തന്നെ നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നതായിരിക്കും. സോ നിങ്ങൾ ഇത്ര ബോക്സാണ് വേണ്ടതെന്ന് പറയണമെങ്കിൽ ഇത്ര ബോക്സ് നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോഴേക്കും കണ്ണേട്ടന് എന്താണ് പറയുക, എല്ലാ ദിവസവും സൈക്ലിംഗ് ഉണ്ട്. സോ കണ്ണേട്ടൻ സൈക്കിൾ പോവാൻ റെഡിയായി നിന്നു. അപ്പോഴേക്കാണ് കണ്ണേട്ടന് തോന്നിയത് നായാടി വന്ന പോലെയുണ്ട് വീട്ടിലേക്ക് എന്ന്. എന്താ സംഭവിച്ചത്? അവരെന്താ പറയുക, തമ്പുരാട്ടിയേ കഷ്ടം. ഇനി നമ്മുടെ കയ്യിൽ അരമണിക്കൂർ സമയമുണ്ട്. ഈ അരമണിക്കൂർ സമയം കൊണ്ട് നമുക്ക് വെള്ളം നനയ്ക്കണം, നമ്മുടെ ചെടികളെ ഒന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ ഒരുപാട് പേരുടെ സംശയമാണ് ഇതിൻ്റെ ഇടയിൽ, ഈ ധൃതിയുടെ ഇടയിൽ എങ്ങനെ നിങ്ങൾ ഇതിനൊക്കെ സമയം കിട്ടണമെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെയാണല്ലോ കാര്യങ്ങൾ. ഇവരെയും ഞാൻ നോക്കേണ്ടതാണ്, ഇവരും എൻ്റെ മക്കളാണ്. എല്ലാ കാര്യങ്ങളും നമ്മുടെ കണ്ണെത്തിയിട്ട് തന്നെ കാര്യങ്ങൾ നടത്തണം. എന്താ വെച്ചാൽ വരുന്ന ഗാർഡനർ ഒരു കാലത്തും മര്യാദയ്ക്ക് ചെയ്യാൻ പോകുന്നില്ല. അയാളെ കൊണ്ട് ഒരു കാര്യമില്ല. എന്നാലും ചപ്പും ചവറും കൂട്ടിയെടുക്കാനാണ് അയാളെ എടുക്കുന്നത്. വീട്ടിലുള്ള സാധനമാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനൊന്നും ഇതിനോടുള്ള താല്പര്യമില്ല, പറഞ്ഞു കഴിഞ്ഞാലും ശരിയാവില്ല. അപ്പോൾ നമ്മൾ തന്നെ കാര്യങ്ങൾ നോക്കണം. പിന്നെ വേറൊരു കാര്യമുള്ളത് എന്താണെന്ന് വെച്ചാൽ എനിക്കിത് ഭയങ്കര താല്പര്യമാണ്.
അതുകൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിതിലൊക്കെ സമയം കണ്ടെത്താൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. മക്കളെ നോക്കണ പോലെ തന്നെയാണ് ഞാൻ അവരെയും നോക്കിക്കൊണ്ട് പോകുന്നത്. ഓരോന്നും എന്താണ് പറയുക, കാച്ചും പൂത്തും നിൽക്കുന്ന സമയത്ത് ഈശ്വരൻ എത്രമാത്രം നമ്മളെ അനുഗ്രഹിച്ചിട്ടുണ്ട് എന്നുള്ളത് തോന്നുന്ന നിമിഷങ്ങളാണ്. ഓരോന്നും നമ്മൾക്ക് ആ വലുതായി നിൽക്കുന്ന കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിന് അത്ര സമാധാനമാണ്. നമുക്ക് ആവശ്യമുള്ളത് എടുത്തു കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് മുഴുവൻ ഞാൻ എൻ്റെ അടുത്തുള്ള ആൾക്കാർക്ക് കൊടുക്കുന്ന കാര്യമാണ്. ഇതാ പച്ച മത്തനൊക്കെ നിൽക്കണം നോക്കൂ, എന്ത് രസമായിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ ഉണ്ടാക്കാമെന്നറിയോ. ഞാൻ പലതും നിങ്ങൾക്കിത്, അതായത് ഈ ഒരു മത്തം കൊണ്ട് ഞാൻ ഒരു കാര്യം ആലോചിച്ചിട്ടുണ്ട്. ഞാൻ എന്തായാലും അത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഇതാ മല്ലിയിലേക്ക് വന്ന് നിൽക്കണം കണ്ടോ. ഓരോരുത്തരും എൻ്റെ അടുത്ത് പറയാറുള്ള കാര്യം എന്താ വെച്ചാൽ, വിനി ഒരു പച്ചമുളകേ ഉള്ളൂ എന്നുണ്ടെങ്കിലും ഓർഗാനിക്കായിട്ട് കിട്ടുന്നത് ഒന്ന് ഞങ്ങൾക്ക് തരണം കേട്ടോ എന്നുള്ളതാണ്. അപ്പോൾ ആദ്യത്തെ സെറ്റ്, അതായത് ആദ്യത്തെ പാത്രം നമ്മുടെ കഴിഞ്ഞു. അപ്പോൾ അതെടുത്തിട്ട് നേരെ വീട്ടിൽ പോയിട്ട് അതൊക്കെ ഒന്ന് നിരത്തി വെച്ചു. എന്താ വെച്ചാൽ കാറ്റ് തട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ ഒന്ന് ശരിയാവുള്ളൂ. അപ്പോൾ പെറിച്ച ഉടനെ തന്നെ ഞാൻ ഫ്രിഡ്ജിൽ വെക്കാറില്ല. അപ്പോൾ മല്ലിയില നിറയെ കിട്ടിയിട്ടുണ്ട്, അതേമാതിരി പച്ചമുളക് നിറയെ കിട്ടിയിട്ടുണ്ട്, അതേമാതിരി കുറച്ച് വഴുതനങ്ങ, മത്തൻ ചൊരയ്ക്ക, ആ ഉണ്ട എന്ന് പറയണത് ഉണ്ട ചൊരയ്ക്കയാണ്, നാടൻ വേലിച്ചൊരയ്ക്ക എന്നാണ് അതിനെ പറയുന്നത്. നല്ലോണം വലുപ്പം വെക്കുന്നുണ്ട്. അപ്പോൾ അതും നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കാറ്റത്തേക്ക് ഞാൻ വെച്ചു. എന്നുവെച്ചാൽ ഇനി വൈകുന്നേരം വരയ്ക്കും എനിക്ക് ഭയങ്കര പണിയാണ്. അതുകൊണ്ട് വൈകുന്നേരത്തെ വെള്ളം കൊടുക്കൽ എന്ന് പറയണത് നടക്കില്ല. അതുകൊണ്ട് രാവിലെ തന്നെ ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്തതാണ്. അപ്പോൾ ഇത് കഴിഞ്ഞില്ലേ, ഇത് പച്ചമുളകും എല്ലാം വെച്ച് കഴിഞ്ഞതിന് ശേഷം അടുത്ത സെറ്റ് പെറിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോയി. എന്താ കാര്യം എന്ന് വെച്ചാൽ ഘട്ടം ഘട്ടമായിട്ടുള്ള ലെവലിലേക്കാണ് പെറിച്ചു കൊണ്ടുവരുന്നത്. അതുകൊണ്ട് എല്ലാം സൂപ്പറായിട്ട് ഇതിങ്ങനെ നിരത്തി വെക്കുന്ന ദിവസം ഉണ്ടല്ലോ, എനിക്ക് എന്ത് സന്തോഷമാണെന്നറിയോ. അത് മാത്രമല്ല, ഞാൻ ഫോട്ടോ എടുത്തിട്ട് ഞങ്ങളുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലിടും. ആർക്കാ വേണ്ടതെന്ന് വെച്ചാൽ വന്ന് എടുത്തിട്ട് പൊക്കോളാൻ പറയും. നമുക്കങ്ങനെ റെസ്ട്രിക്ഷൻസ് ഒന്നും വെച്ചിട്ടില്ല. നമ്മുടെ പാചകത്തിന് വേണ്ടത് മാത്രം നമ്മൾ എടുക്കും. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ബാക്കിയുള്ളതൊക്കെ കൊടുക്കുകയാണ് പതിവ്. ഒരുപാട് പേര് പൈസ തരട്ടെ ചോദിക്കും. ഞാൻ അവരുടെ അടുത്തുനിന്നൊന്നും പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, ഇത് ദൈവം അനുഗ്രഹിച്ച് തരുന്നൊരു കാര്യമാണ്. എൻ്റെ വീട്ടിലിത് വളരുന്നു, നിങ്ങൾക്ക് തരാൻ എനിക്ക് സന്തോഷം. അത്ര മാത്രമേ ഞാൻ പറയാറുള്ളൂ. 10 പൈസ നമ്മൾ വാങ്ങിക്കാറില്ല ഒരാളുടെ അടുത്തുനിന്നും. അടുത്ത വിളവെടുപ്പ് തക്കാളിയോട് തക്കാളി, പച്ചത്തക്കാളിയോട് പച്ചത്തക്കാളി. ബിക്കോസ് ഈ തക്കാളികൾ പച്ചത്തക്കാളികളാണ്, പഴുത്ത് നിൽക്കുന്ന തക്കാളികളല്ല. അതുകൊണ്ട് തന്നെ പച്ചത്തക്കാളി വിളവെടുപ്പ്. ഇതിലും ഒരു സാധനം ചെയ്യാനുണ്ട്. ഇതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഞാൻ റെസിപ്പികൾ ഇടാം. അപ്പോൾ നിങ്ങൾക്ക് അഥവാ പച്ചത്തക്കാളിയോ പച്ചമത്തനോ ഒക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള റെസിപ്പീസ് നിങ്ങൾക്ക് ഉണ്ടാക്കി വെക്കാൻ പറ്റും. അപ്പോൾ അടുത്ത സെറ്റ് കുറച്ച് ടൈം കൺസംഷനായിട്ട് തക്കാളികൾ നോക്കി എടുക്കേണ്ട ഒരു ഘട്ടമാണ്. എന്താ കാര്യം എന്ന് വെച്ചാൽ, ചിലത് വളരെ ചെറുതാണ്, പക്ഷെ നമ്മൾ ആ ചെറുതിനെ തൊടാൻ പാടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ മൂത്ത് നിൽക്കുന്ന സംഭവങ്ങളെല്ലാം തന്നെ റെഡിയായി. ഇനി നമ്മൾ രണ്ടാമത്തേതിൽ എന്തൊക്കെയാണ് വിളവെടുപ്പ് എടുത്തതെന്ന് വെച്ചാൽ, നമ്മുടെ പീച്ചിങ്ങ, അതേമാതിരി തന്നെ നീളം ചൊരയ്ക്ക, പിന്നെ ഫുൾ ഓൺ നമ്മുടെ 2 വഴുതിനിങ്ങ അപ്പുറത്തും കിട്ടിയിട്ടുണ്ടായിരുന്നു, ഇപ്പുറത്തുനിന്നും കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒരു 2-3 വഴുതിനിങ്ങ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു 6 വഴുതിനിങ്ങയുണ്ട്. എന്തായാലും നമുക്കൊരു സാമ്പാർ കഷ്ണത്തിനായി കഴിഞ്ഞു, ഇല്ലെങ്കിൽ ഒരു പുളിങ്കറി ഉണ്ടാക്കാം. ഇനിയിപ്പോൾ ഇത്രയും പച്ചത്തക്കാളി. അപ്പോൾ ഇത് ഗ്രൂപ്പിലിട്ടു, എല്ലാവരും എടുത്തിട്ട് പോയിട്ടുള്ളൂ. ഇനി അടുത്തത് ഉച്ചയ്ക്ക് എന്താണ് പറയുക ചോദിച്ചിട്ടുണ്ടായിരുന്ന ഒരു ക്ലയൻ്റ് എന്ന് വെച്ചാൽ, മൊത്തത്തിൽ പാലക്കാടൻ രീതിയിലാണ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്തൊക്കെയാണ് അവർക്ക് വേണ്ടത് എന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മുടെ കൂർക്ക ഉപ്പേരി, അതേമാതിരി തന്നെ മത്തിപ്പുളി, ഉണ്ണിയപ്പം, മത്തി വറുത്തത്, അതേമാതിരി മുളകോർത്ത പുളി, നമ്മുടെ തറവാട്ട് പുളി, അതേമാതിരി ചോറ്. ഇതൊക്കെയാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ സത്യം പറയാലോ, ഇന്ന് ദുബായിൽ ഈ ഒരു പാലക്കാടൻ തനതായിട്ടുള്ള രീതിയിൽ ഉള്ള നമ്മുടെ നാടൻ സ്റ്റൈലിൽ നമ്മുടെ വീടുകളിലേക്ക് വെക്കുന്ന മാതിരിയുള്ള പാലക്കാടൻ വിഭവങ്ങൾ വിനീസ് കിച്ചണിൽ മാത്രമേ കിട്ടാറുള്ളൂ. അത് വളരെ സത്യമായിട്ടുള്ള കാര്യമാണ്. പാലക്കാടൻ രീതിയിൽ കഴിക്കണം എന്ന് ആഗ്രഹമുള്ളവർ മുഴുവൻ എന്നെ വിളിച്ച് പറയാറുണ്ട്, വിനിയെ ഞങ്ങൾക്ക് ഇന്നതൊക്കെയാണ് വേണ്ടത്, ഇത്തിരി ഉള്ളി സംബന്ധി അരച്ച് വെക്കമ്മ, ഇത്തിരി ഇത് ചെയ്യമ്മ എന്നൊക്കെയാണ് പറയാറുള്ളത്.
കാരണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് റെസ്റ്റോറൻറ്റുകളിൽ കിട്ടാത്ത സംഭവങ്ങളാണ് നമ്മൾ നാടൻ രീതിയിൽ വീട്ടിലുണ്ടാക്കുന്ന പോലെ പാലക്കാടൻ രീതിയിൽ ഒത്തൻറ്റിക് ആയിട്ട് ഉണ്ടാക്കി കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുപോലെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇൻസ്റ്റാഗ്രാമിൽ കോൺടാക്റ്റ് ചെയ്യുക. നമ്മൾ ഐ ആം വിനീസ് കിച്ചൺ എന്ന് പറയുന്ന ഇതാണ്. ഞാൻ എന്തായാലും ലിങ്ക് താഴെ കൊടുക്കാം, നിങ്ങളതൊന്ന് കണ്ടോളൂ. എന്നിട്ട് അതിലേക്ക് നിങ്ങൾ വാട്സാപ്പ് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നമുക്ക് കോൺടാക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു ഘട്ടം കഴിഞ്ഞിട്ടുള്ളൂ. അത് ഉണ്ടാക്കി വെച്ച് പാക്ക് ചെയ്ത് കഴിഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം നമ്മളുടെ അടുത്ത് ഒരു ക്ലയൻറ്റ് ഉണ്ട്. മൂപ്പര് വെൽനസ് ആൻഡ് ജിം ട്രെയിനറാണ്. മൂപ്പരുടെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ കിലോ കണക്ക്, ഗ്രാം കണക്ക് എന്നുള്ളതാണ് മൂപ്പരുടെ ആവശ്യം. അപ്പോൾ ഞാനൊരു പ്രൈവറ്റ് ഷെഫാണ് അല്ലേ. അപ്പോൾ ഏതൊരു ക്ലയൻറ്റിന് എന്തൊരു ആവശ്യം ഉണ്ടെങ്കിലും നമ്മൾ അതുപോലെയാണ് നമ്മൾ ചെയ്തു കൊടുക്കുക. അപ്പോൾ അതുപോലെ ചെയ്യുന്ന സമയത്ത് മൂപ്പരുടെ കാര്യം എന്താ, 1 കിലോ ബാസ്മതി അരി കൊണ്ട് ഇത്ര മുട്ട ഉപയോഗിച്ച് 1 കിലോ ബാസ്മതി അരി കൊണ്ട് നമുക്ക് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കണം. അതേമാതിരി തന്നെ എല്ലാവരും പറയും എന്തിനാണ് ബീഫ് ഉണ്ടാക്കുന്നത്. ഞാനൊരു തൊഴിലാണ് ചെയ്യുന്നത്. ഞാൻ കഴിച്ചോ കഴിച്ചില്ലേ എന്നുള്ളതല്ല കണക്ക്. അവിടെ ബാക്കിയുള്ളവർക്ക് ക്ലയൻസിന് ഉണ്ടാക്കി കൊടുക്കാൻ പാടില്ല എന്നൊന്നും നമ്മൾ വാശി പിടിക്കാൻ പറ്റില്ല. എല്ലാം നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. അതാണല്ലോ നമ്മുടെ രീതി. അപ്പോൾ മൂപ്പരുടെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ 12 കിലോ വെജിറ്റബിൾസ് ഇട്ടിട്ട് സ്റ്റിർ ഫ്രൈഡ് വെജിറ്റബിൾസ് വേണം. അതേമാതിരി തന്നെ 1.2 കിലോ ബീഫിൻ്റെ എന്താണ് പറയുക, മിൻസ് ബീഫുണ്ട്. തായ്ലാൻഡ് സ്റ്റൈലിലുള്ള തായ് ബേസിൽ ബീഫ് എന്ന് പറഞ്ഞിട്ടുള്ളത് വേണം. 1 കിലോ അരി കൊണ്ട് പച്ചക്കറി ഇട്ടിട്ട് 24 മുട്ട ഇട്ടിട്ട് ഉള്ള ഫ്രൈഡ് റൈസ് വേണം എന്നാണ് മൂപ്പര് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. മൂപ്പര് ജിം ട്രെയിനർ ആയതുകൊണ്ട് തന്നെ അവർക്ക് അങ്ങനെ കഴിക്കണമെന്നായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയാണ് നമ്മളുടെ അടുത്ത് ഓർഡർ വന്നത്. ആൻഡ് മൂപ്പര് സ്ഥിരമായിട്ട് ഓർഡർ ചെയ്യുന്ന ഒരാളാണ്. മൂപ്പർക്ക് ഇങ്ങനെ കണക്കുകളാണ് കൂടുതൽ. അപ്പോൾ അങ്ങനെ ഒരു കണക്ക് വെച്ചിട്ട് മൂപ്പർക്ക് വീട്ടിലിട്ട് ഉണ്ടാക്കാൻ പറ്റില്ല തോന്നുന്നു. അതുകൊണ്ട് തന്നെ മൂപ്പര് പുറത്തുനിന്ന് ഒരു സംഭവം ഓർഡർ ചെയ്യുമ്പോൾ ഇത്ര കിലോ കണക്കിന് നിങ്ങൾ ഉണ്ടാക്കി തരുമെന്നൊന്നും റെസ്റ്റോറൻറ്റുകളിൽ പറയാൻ പറ്റില്ല. അപ്പോഴാണല്ലോ ഒരു പ്രൈവറ്റ് ഷെഫിൻ്റെ ആവശ്യം വരുന്നത്. അതുപോലെയുള്ള സംഭവങ്ങൾ നിങ്ങളുടെ റിക്വയർമെൻറ്റ്സ്, നിങ്ങളുടെ ഹെൽത്ത് റിക്വയർമെൻറ്റ്സിനനുസരിച്ച് നമുക്ക് വർക്ക് ഓൺ ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള ഘട്ടങ്ങളിലാണ് ഒരു പ്രൈവറ്റ് ഷെഫുകളുടെ അടുത്ത് പറയുന്ന സമയത്ത് നിങ്ങളുടെ ആവശ്യം പറയുന്ന പോലെ തന്നെ നിങ്ങൾക്ക് ചെയ്തു തരാൻ അവർക്ക് പറ്റും. അങ്ങനെ നമ്മുടെ 1 കിലോ എന്താണ് പറയുക ബാസ്മതി അരി കൊണ്ട് നമ്മൾ 24 മുട്ട ഇട്ടിട്ടുള്ള ഫ്രൈഡ് റൈസ്, തായ് ബേസിൽ ബീഫ് 1.2 kg ബീഫ് വെച്ചിട്ട് 12 കിലോ വെജിറ്റബിൾസ് വെച്ചിട്ട് വെജിറ്റബിൾസ്. ഇനി മൂപ്പര് പറഞ്ഞത് എന്താ വെച്ചാൽ ഇതുപോലുള്ളൊരു ബോക്സ് 650 ml ബോക്സിൻ്റെ 3 പോർഷനായിട്ട് എടുത്തിട്ട് ഓരോ പോർഷനാക്കി തരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാം ഇത്രയൊക്കെ ഡിമാൻഡോ എന്ന്. ഓരോ ക്ലയൻറ്റ് ഓരോ പോലെ. എല്ലാ ക്ലയൻറ്റും നമുക്ക് ആവശ്യമാണ്. എല്ലാ ക്ലയൻറ്റും നമ്മൾ ഒരേപോലെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത്. ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ കടമയും. അപ്പോൾ അവരെന്താ പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ ചെയ്യും. മേ ബി അവരങ്ങനെ കൊണ്ടുപോയിട്ട് ആ പോർഷൻ സൈസ് അതിനനുസരിച്ചിട്ടുള്ള രീതിയിൽ ചെയ്യുന്നതുകൊണ്ടായിരിക്കാം. ഇനി ഇതൊന്നും ചെയ്യാനുള്ള സമയം മൂപ്പർക്ക് ഉണ്ടാവില്ലായിരിക്കാം. ഇതൊന്നും നമുക്കറിയില്ലല്ലോ. ോട് എന്താണോ പറയുന്നത് അതിനനുസരിച്ചിട്ടുള്ള രീതിയിൽ നമ്മൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ കടമ. എവറിത്തിങ് മൂപ്പര് പറഞ്ഞ മാതിരി എല്ലാം നമ്മൾ റെഡിയാക്കി വെച്ചു. ഇത് മൂപ്പര് 3 മണിക്ക് എടുക്കാം എന്നാണ് പറഞ്ഞത്. പക്ഷേ നമ്മുടെ പാലക്കാടൻ ഊണ് 12 മണിക്ക് റെഡിയായി കഴിഞ്ഞു. ആ 12 മണിക്ക് അവരത് എടുത്തിട്ട് പോയി. അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ 3 മണിക്കുള്ളത് ഇത് ഞാൻ അപ്പം തന്നെ, അതായത് അത് കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ റെഡിയാക്കി. പക്ഷേ 2:30 ആകുമ്പോഴേക്കും തന്നെ നമുക്ക് എല്ലാം റെഡിയാക്കി ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ബിക്കോസ് നമ്മുടെ കഴിഞ്ഞിട്ടില്ല, ഇനിയും നമുക്ക് മുന്നോട്ടേക്ക് പോകാനുണ്ട്. അതുകൊണ്ട് ലഞ്ചാണെന്നുണ്ടെങ്കിലും നമുക്ക് ഇനിയും ചെയ്തു തീർക്കാനുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത് ഒരു ഹെക്റ്റിക്കായിട്ടുള്ള സാറ്റർഡേ ആണ് എന്ന് പറഞ്ഞത്. ഇനി അടുത്ത സെറ്റ് ഓഫ് ഫുഡാണ് നമ്മൾ കാണുന്നത്. ഇവർക്ക് 5:30 മണിക്ക് ഇവരെടുത്തിട്ട് പോകാനാണ് വരുന്നത്. ഇത് നമ്മുടെ പാലക്കാടൻ രീതിയിൽ തന്നെയാണ്. ക്യാരറ്റ് ബീൻസ് ഉപ്പേരി, അതേമാതിരി തന്നെ എന്താണ് പറയുക കേരള പപ്പടം. പിന്നെ നിങ്ങൾക്ക് ചോദിക്കാം എന്തുകൊണ്ട് അപ്പം തന്നെ ചെയ്തു വെച്ചൂടാ എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ ഭക്ഷണവും മാറിപ്പോവും നേരത്തെ കൂട്ടിയിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ. അതുകൊണ്ടാണ് ഘട്ടം ഘട്ടമായിട്ട് ചെയ്യുന്നത്. പയർ മെഴുക്ക് വരട്ടി, ഫ്രഷ് മാംഗോ പിക്കിൾ, അതേമാതിരി തന്നെ നമ്മുടെ ക്രീമി അവിയൽ, വിനീസ് കിച്ചൺ സ്പെഷ്യൽ ക്രീമി അവിയൽ, അതേമാതിരി നമ്മുടെ പൊന്നി അരി ചോറ്, സാമ്പാർ.
ഇതൊക്കെയായിരുന്നു അവർക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ. സേമിയ ചൗവരി പായസം ഇതൊക്കെയാണ് നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതും അവർ കറക്റ്റായിട്ട് വന്നിട്ട് കറക്റ്റായിട്ടുള്ള രീതിയിൽ എടുത്തിട്ട് പോയി. നമ്മൾ പാക്ക് ചെയ്ത് വെക്കുന്ന ഒരു ശൈലിയുണ്ട് നമുക്ക്. ആ ഒരു രീതിയിൽ തന്നെയാണ് എല്ലാം പാക്ക് ചെയ്ത് റെഡിയാക്കി വെച്ചത്. സോ അവർക്ക് അത് വളരെ തൃപ്തിയായിരുന്നു എന്നുള്ള റിവ്യൂ ആണ് നമുക്ക് വന്നത്. ഇതെല്ലാം കൊണ്ടുപോകുന്ന ആൾക്കാർ നമുക്കത് കഴിച്ചു കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു റിവ്യൂ തരും. എൻ്റെ വിനിയെ ഞങ്ങൾ അത്രയും എൻജോയ് ചെയ്തിട്ടാണ് കേട്ടോ കഴിച്ചത് എന്ന് പറയുന്ന സമയത്ത് ഉണ്ടാവുന്ന ഒരു മനസ്സിനുള്ളൊരു സന്തോഷമുണ്ട്. അത് സൂപ്പറാണ്. അത് വളരെ വളരെ സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. എല്ലാം പാക്ഡ് റെഡി. ഇനി അടുത്തത് രാത്രിക്കുള്ള സംഭവമാണ്. ഇപ്പോൾ സമയം ഏകദേശം ഒരു 4:30-5 മണി ആയിട്ടുണ്ട്. നമുക്ക് കൊടുക്കാനുള്ള സംഭവം എന്താ? മട്ടയരി ചോറാണ്. വളരെ സിമ്പിളായിട്ടുള്ള 2 ക്ലയൻസാണ്. അപ്പോൾ ഇതാ അവർക്ക് വേണ്ടത് ടൊമാറ്റോ രസം, അതേമാതിരി ക്യാബേജ് തോരൻ, അതേമാതിരി പിന്നെ ഉണ്ടായിരുന്നത് പയറ് മെഴുക്ക് വരട്ടി. അപ്പോൾ നേരത്തെ ഉണ്ടാക്കിയ പയറ് മെഴുക്ക് വരട്ടിയിൽ അവർക്ക് സവോള വേണമായിരുന്നു. ഈ പയറ് മെഴുക്ക് വരട്ടിയിൽ അവർക്ക് ഒന്നും വേണ്ട. പിന്നെ രണ്ടാമത്തെ ക്ലയൻറ്റിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ മെതുവടയായിരുന്നു ആവശ്യമായിട്ടുള്ളത്. അവരെടുക്കാൻ വന്നത് 9 മണിക്കാണ് രാത്രി. അപ്പോൾ മെയ്സ് കിച്ചണിലെ മെതുവടയുടെ ക്രിസ്പിനെസ് ഞാനൊന്ന് കേൾപ്പിച്ച് തരാട്ടുള്ളൂ. അപ്പോൾ ക്രിസ്പിനെസ് കേട്ടല്ലോ. വളരെ ഫ്രഷായിട്ട് ഉണ്ടാക്കുന്ന സംഭവമാണ്. അപ്പോൾ എന്തൊക്കെയാണ് അവർക്ക് കൊടുത്തത്? മെതുവട, ചട്നി, ഒരേ ഒരു ചിരട്ടപ്പുട്ട്, അതേമാതിരി തന്നെ എന്താണ് പറയുക, ചെമ്മീൻ, നാടൻ സ്റ്റൈലിലുള്ള ചെമ്മീൻ ഫ്രൈ, പിന്നെ മൂപ്പരെടുത്തത് കടലക്കറി. യെസ്, കടലക്കറി, കറുത്ത കടലക്കറി, പിന്നെ പഴംപൊരി, പരിപ്പ് വട, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയായിരുന്നു അന്ന് 9 മണിയാവുമ്പോൾ എടുക്കാൻ കൊണ്ടുപോയത്. എന്താ കാര്യം എന്ന് വെച്ചാൽ ഘട്ടം ഘട്ടമായിട്ടുള്ള രീതിയിൽ ഓരോരുത്തരും എടുത്തു കൊണ്ടുപോകുന്നത് കൊണ്ട് നമുക്ക് ഇവിടെ ടൈം മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന സംഭവം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഒരു ദിവസം ഇത്രയധികം ഒരു പ്രഷറും ഒരു ഓർഡേഴ്സും വന്നു കഴിഞ്ഞാൽ എങ്ങനെ കൂളായിട്ട് ഹാൻഡിൽ ചെയ്യും എന്നുള്ളതാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. സോ കണ്ടു എന്ന് വിശ്വസിക്കുന്നു, എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് മീ. ആൻഡ് നമുക്ക് ഇനിയും ഇതുപോലെയുള്ള റെസിപ്പീസായിട്ടും ഇതുപോലുള്ള സംഭവങ്ങളും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ വരൂ, നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണുന്നവരായിരിക്കും. താങ്ക് യു സോ മച്ച് ഫോർ ഓൾവേസ് സപ്പോർട്ടിങ്. എന്നും ഞാൻ നിങ്ങൾക്ക് എന്താ പറയുക, പല വീഡിയോസായിട്ട് നിങ്ങൾക്ക് കൊണ്ടുവരാൻ ശ്രമിക്കും. താങ്ക് യു.